ഇന്ന് അങ്ങനെ പിന്നെ 2 ടീം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ കുമാർ തട്ടുകടയുണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ കുമാർ തട്ടുകടയൊക്കെ വെച്ച് പിടിച്ചു. വേറെ ആരുമില്ല നമ്മളവിടെ കാത്തിരിക്കുന്നത്. അഞ്ജനയും അഞ്ജലിയും ജമ്പനും തുമ്പനും കൂടെ നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നത്. അവരവിടെ ഓൾറെഡി ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്നെ കാത്തിരുന്ന് കണ്ട് ഫുഡ് കഴിച്ചെന്നാണ് അഞ്ജലി പറയുന്നത്. ഞാൻ ചെന്നപ്പോൾ എനിക്കും ഓരോ സെറ്റ് ദോശ വാങ്ങിച്ചു തന്നു. പിന്നെ അത് കഴിക്കാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാനും കഴിച്ചു. നേരെ ദോശ ഒരെണ്ണം കിള്ളിയെടുത്ത് നേരെ ചമ്മന്തി മുക്കിയിട്ട് ജമ്പനും തുമ്പനെയും കാണിച്ചു. അതായത് ഗണപതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ കാക്ക കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൊതുകിട്ടിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടിനും കൊടുത്തിട്ട് ഞാൻ തന്നെ എടുത്ത് കഴിച്ചു. അല്ലാണ്ട് പിന്നെ എന്തിന് ചെയ്യും. പിന്നെ പോണ വഴിക്കാണ് അവിടെ ഒരു കപ്പവറ കണ്ടത്. അത് കപ്പിയൊക്കെ വറുക്കുന്ന കണ്ടത്. എന്തൊരു സ്നേഹം, എന്തൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയുന്നത് അനിയത്തിയും ചേച്ചിയും കൂടെ മാറി മാറി അത് ഷെയർ ചെയ്തെടുത്തു. അതിൻ്റെ ഒരു കഷ്ണം ഞാനും എടുത്തു. പിന്നെയാണ് അവന്മാർ പറഞ്ഞത് അലോവേര ജെല്ല് രാത്രി തേച്ചിട്ട് കിടക്കുന്നത് ടാൻ മാറാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അലോവേര ജെല്ലും വാങ്ങിച്ചു തന്നു. ഞാനത് തേച്ചിട്ട് കിടക്കാന്നുള്ള പ്ലാനിങ് ആണ്. അവർ പറഞ്ഞ് കേൾക്കുമല്ലോ, പെൺകുട്ടികളാണല്ലോ എന്തൊക്കെ ഇപ്പോൾ എക്സ്പെർട്ട്. പിന്നെ അവിടെ കിട്ടുന്ന ജ്വല്ലറി കയറി രണ്ടും കൂടി എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു തന്നപ്പോൾ എന്നെ തല്ലി പുജിച്ച് പണ്ടാരടൊക്കെ വിട്ടാണ്. എന്ത് ചെയ്യാൻ, 5 പൈസ 5 പൈസയ്ക്ക് വീടിനകത്ത് കൊച്ചായ കാരണം അവിടെ കണ്ട് ഏതോ റീലിൻ്റെ സാധനം ചെയ്തിട്ടിരിക്കുകയാണ്. വിവരമില്ലായ്മ ഒരു കുറ്റമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ സുഹൈൽ വന്നു അഞ്ജലിനെ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഓരോ കൊച്ചു വർത്താനം പറഞ്ഞു. സുഹൈൽ അഞ്ജലിനെയും കൊണ്ടുപോയി ഞാൻ എൻ്റെ റൂമിലോട്ട് പോന്നു. അപ്പം ശരി, പിന്നെ കാണാം, ബായ്.